ഇതാണ് മുറിഞ്ഞമാട് തോണി സർവീസ് നടത്തുന്ന അബ്ബാസ്ക. ഒരു നല്ല കലാകാരൻ കൂടിയാണ് അബ്ബാസ്കയുടെ വാക്കുകളിലൂടെ. സേഫ്റ്റിയിലാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല, അനുമതിയില്ല. അപ്പോൾ പിന്നെ എത്ര വരുന്നത്? പിന്നെ 4 ആൾ 3 ആളൊക്കെ കയറി കൊണ്ടുപോകുള്ളൂ ഒരു ഫാമിലിയിൽ. അതിന് 100 ഉള്ളി. ഏതെങ്കിലും തോണി ഇത് കാണാം? ഇത് നാച്ചുറൽ തോണി. ഇതല്ലേ, ഇതാണ് നമ്മുടെ തോണി. നാച്ചുറൽ. നിങ്ങളിപ്പോൾ എത്രയായി? കുറേ ഇവിടെ അങ്ങനെ? ഇവിടെ കുറേ കാലമായി. പേരെന്താണ്? എൻ്റെ പേര് അബ്ബാസ്. പിന്നെ മുറിഞ്ഞമാട് എന്ന് പറഞ്ഞാൽ പച്ച പകിട്ടാറുന്ന പുൽത്തകിട്ടുകളല്ലേ, അപ്പോൾ എല്ലാ ആളുകളും ഇങ്ങോട്ട് ആകർഷിക്കുകയാണ്. അപ്പം ആകർഷിക്കുമ്പോൾ ഇവിടെ വേറെ ഒരു സംഗതികളില്ല. അപ്പം എല്ലാവർക്കും അത് പിന്നെ ഇതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തോണിയൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല, ഈ പച്ച പകിട്ടാണ് ഇത് തന്നെ ഉള്ളൂ ഇവിടെ. അപ്പം പിന്നെ പ്രകൃതി ആസ്വദിക്കാൻ ആളുകൾ വരുന്ന കൂട്ടത്തിലൊക്കെ എന്തെങ്കിലും ഒരു എൻജോയ് ഉണ്ടോ നോക്കുമ്പോൾ അപ്പം ബോട്ടേനി നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന ബോട്ടൊക്കെ നിരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ തോണിയാണ്. ഇത് മരത്തിൻ്റെ തോണിയാണ്. പിന്നെ തോണിയാത്ര എന്ന് പറഞ്ഞാൽ ലിവ്ഡ് ഇൻ ദി ഫുൾ ഷാഡ് ഓഫ് സ്റ്റോറി, ചരിത്രത്തിൻ്റെ പൂർണ്ണമായ നിലയിലാണ് തോണിയുള്ളത്. ഇപ്പം എല്ലാവർക്കും അറിയപ്പെട്ടു പോയി, എല്ലാവരും ആകർഷിച്ച് പോയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. തോണി കയറുമ്പോൾ എൻജോയ് ദ മൊണോപ്പൊളി ഓഫ് ദ ട്രൈഡ് ടേസ്റ്റ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇതൊരു എൻജോയ് ചെയ്യുന്ന ഒരു രൂപത്തിൽ മാത്രം. അതായത് കുറഞ്ഞ ആളുകൾ ചില തുഴഞ്ഞ് ഫോട്ടോ എടുക്കുക, ആക്ഷൻ എടുത്ത് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇതിൽ തോണിയിലുണ്ടാവും. ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു. ഫോട്ടോ ഫേസിങ്ങിന് ആളുകൾ വരുന്നത് പല കോലത്തിലുള്ള ഒരു ഫോട്ടോ ഫേസ്. ഇവിടെ വരികയാണെങ്കിൽ കാക്കനെ ഇതാക്കാറ്. അപ്പോൾ ഇവിടെ വരുന്നവർ, ഇപ്പോൾ മുറിഞ്ഞമാട് വരുന്നവർ അബ്ബാസ് ഖാനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. 95 39 59 48 12. ആയിക്കോട്ടെ, ഇതാണ് ഞാൻ താഴെ എഴുതി കാണിച്ചാണ് അങ്ങനെ നമ്പർ. അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നതാണ്. നല്ലൊരു ഗൈഡാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. നാട്ടുകാരൻ തന്നെയാണ്. ഓരോ ആളുകൾ ഇപ്പോൾ ആകർഷിക്കുക. ഇവിടെ മുൻകാലഘട്ടത്ത് ഇവിടെ മണൽത്തിട്ടകളായിരുന്നു. ഇവിടെ ഇങ്ങനെ പച്ച ഇതില്ലായിരുന്നു, പുൽത്തകടില്ല. പിന്നീട് എന്താക്കി മണലൊക്കെ കയറ്റിപ്പോയതിൻ്റെ അടിസ്ഥാനം പിന്നെയാണ് ഇതിങ്ങനെ ഒരു പ്രകൃതി രമണീയമായ നല്ല രൂപത്തിലായി മാറിയത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.